ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അടിപൊളി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തോരനാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ചെറുപയറും കാഷ്യൂനട്ടും കൊണ്ടാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു അരക്കപ്പ് ചെറുപയർ, അതുപോലെ തന്നെ ഒരു 10-15 കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു 2-3 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ച പയറും കാഷ്യൂനട്ടും കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പയർ ഇച്ചിരി വേവുള്ള പയറാണ്, അപ്പോൾ അതുകൊണ്ട് പയറിൻ്റെ വേവ് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെച്ച് ഒരു 4-5 വിസിൽ വേണ്ടി വന്നു കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 5-6 അല്ലി ചുവന്നുള്ളി, അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയറെന്തായെന്ന് നോക്കാം. പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പയറും കാഷ്യൂനട്ടും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. കാഷ്യൂനട്ട് നമ്മൾ കുതിർത്തത് കൊണ്ടില്ല, പച്ച കാഷ്യൂനട്ട് നമ്മൾ തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനായിരുന്നു. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ പറ്റിയൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളക് കീറിയതിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് കിട്ടണം. വറ്റൽമുളക് മൂത്ത് കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പ് ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് എണ്ണയിലൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഈ പറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർക്കണം കേട്ടോ, എന്നാലേ ഈ തോരന് പറയുന്ന ടേസ്റ്റ് വരത്തുള്ളൂ. എന്തോരം ടേസ്റ്റാണെന്നറിയാം, അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ പറ്റിയ ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച പയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറും കാഷ്യൂനട്ടും ഒക്കെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള, അതുപോലെ തന്നെ ഒത്തിരി പ്രോട്ടീൻസൊക്കെ നിറഞ്ഞ ഒരു തോരനാണ്. പയറൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.